പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുകയാണ്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. പിണറായി പാണ്ഡ്യാലമുക്കിലെ വീട്ടിലാണ് ED ഉദ്യോഗസ്ഥർ എത്തിയത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ED സംഘം വീടിന് സമീപത്ത് എത്തിയത്. പാതിരാട് വില്ലേജ് ഓഫീസിൽ നിന്നും വില്ലേജ് ഓഫീസറെയും കൂടി കൂട്ടിയാണ് ED സംഘം പിണറായി വിജയന്റെ വീട്ടിലേക്ക്, കണ്ണൂരിലെ വീട്ടിലേക്ക് എത്തി വിവരങ്ങളെല്ലാം തന്നെ തേടിയത്. വില്ലേജ് ഓഫീസറെ ഒപ്പം കൂട്ടിയാണ് 2 ED ഉദ്യോഗസ്ഥർ കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തിയത്. വീടിന്റെ അകത്ത് കയറാതെയായിരുന്നു ഒരു പരിശോധന നടന്നത്. സ്കെച്ച് പ്ലാൻ സംബന്ധിച്ച വിവരങ്ങളാണ് ED ഉദ്യോഗസ്ഥർ അന്വേഷിച്ചത്. ED സംഘം ഇപ്പോഴും കണ്ണൂരിൽ തന്നെ തുടരുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ നിന്നുള്ള ED ഉദ്യോഗസ്ഥരാണ് കണ്ണൂരിൽ ഇന്നലെ രാത്രിയോടെ, അതായത് അർദ്ധരാത്രിയോടെ എത്തി ഒരു പരിശോധനയൊക്കെ നടത്തിയത്. 2 ED ഉദ്യോഗസ്ഥർ പാതിരോട് വില്ലേജ് ഓഫീസറോടൊപ്പം കൂട്ടി പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെത്തിയും വില്ലേജ് ഓഫീസറുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തത്. വീടിന് മുന്നിലുള്ള സ്ഥലത്തിന്റെ ഫോട്ടോ പകർത്തിയ ശേഷം സംഘം മടങ്ങി. തുടർന്ന് പിണറായി വില്ലേജിലെ എടക്കവിലയിലെത്തി പിണറായി വിജയന്റെ മകൾ വീണാറ്റിയുടെ ഉടമസ്ഥയിലുള്ള ഭൂമിയുടെയും ചിത്രങ്ങളെടുത്ത് ED ഉദ്യോഗസ്ഥർ മടങ്ങിയിട്ടുണ്ട്. എന്നാൽ എന്തിനാണ് പരിശോധന നടത്തിയത് എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിശദീകരണങ്ങൾ ലഭ്യമായിട്ടില്ല. ഇന്നും ED ഉദ്യോഗസ്ഥർ പിണറായിയുടെ വീട്ടിലെത്തി ഒരു പരിശോധന നടത്തും എന്നാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന സൂചനകൾ. ഭൂമിയുടെ ആധാരവുമായി എത്തിയതായിരുന്നു ഉദ്യോഗസ്ഥർ. ആ ഭൂമിയുടെ ആധാരവുമായി എത്തിയാണ് ഉദ്യോഗസ്ഥർ ഒരു പരിശോധന തന്നെ നടത്തിയത്. വില്ലേജ് ഓഫീസറുടെ സഹായത്തോടെ 80 സെന്റ് ഭൂമിയും വീടിനുള്ള സമീപത്തുള്ള ഭൂമിയും ED ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയായിരുന്നു. ഭൂമിയുടെ നികുതി രേഖകൾ ED ഉദ്യോഗസ്ഥർ കൊണ്ടുപോയിട്ടുണ്ട്. മാസപ്പടി കേസിൽ 2 തവണ വീണയെ ചോദ്യം ചെയ്തിരുന്നു ED ഉദ്യോഗസ്ഥർ. 3-ാം തവണയും ചോദ്യം ചെയ്യുമെന്ന സൂചനകൾക്കിടെയാണ് കണ്ണൂരിലെ പിണറായിയുടെ വസതിയിലെത്തി ഭൂമി പരിശോധന ED ഉദ്യോഗസ്ഥർ നടത്തിയത്. നേരത്തെ വീണയുടെ ബാങ്ക് ലോക്കർ, അതായത് തിരുവനന്തപുരത്തെ ആയുർവേദ കോളേജിന് സമീപമുള്ള HDFC ബാങ്ക് ലോക്കറിൽ ED ഉദ്യോഗസ്ഥർ വീണയെ വിളിച്ചു വരുത്തി ഒരു പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം വേണ്ടി വന്നാൽ പിണറായി വിജയനെ, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ സമൻസ് നൽകി വിളിച്ചു വരുത്തുമെന്ന് ED ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതെല്ലാം പിണറായി വിജയൻ അറിയാതെ വീണയുടെ എസ്ട്രോളജിക്കൽ കമ്പനിയും അതോടൊപ്പം തന്നെ CMRലും തമ്മിലൊരു സാമ്പത്തികമായ ഇടപാട് നടക്കില്ല എന്ന ഉള്ള ഒരു നിഗമനത്തിലാണ് ED ഉദ്യോഗസ്ഥർ നിൽക്കുന്നത്. കൂടാതെ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം, ആ സമയത്ത്, അത് CPMന്റെ ഭരണസമയത്ത് നടന്ന ഇടപാടുകളും വലിയ രീതിയിലുള്ള ഒരു പരിശോധന ED ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. കാരണം ഖജനാവിൽ നിന്നടക്കമുള്ള പണങ്ങൾ എസ്ട്രോളജിക്കൽ കമ്പനിയിലേക്ക് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി രണ്ടുപേരും, അതായത് എസ്ട്രോളജിക്കൽ കമ്പനിയും അതോടൊപ്പം തന്നെ CMRലും വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ. കൂടാതെ പിണറായി വിജയൻ ഈ 10 വർഷം തന്നെ ഒരുപാട് തവണ ദുബായിൽ സന്ദർശനം നടത്തിയിരുന്നു. ഈ കാലയളവിലുള്ള നീക്കങ്ങളും ED ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ വേണ്ടി വന്നാൽ പിണറായി വിജയനെയും സമ്മൻസ് നൽകി ചോദ്യം ചെയ്യും എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് ED ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തുന്നത്. നേരത്തെ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിന് ശേഷം അടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPIM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെ 10 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി ഇന്നലെ തള്ളിയിരുന്നു. ആക്രമണ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി S നസീറ ജാമ്യാപേക്ഷകൾ തള്ളിയത്. കാരണം ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്നും ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറും ED അഭിഭാഷകനും വാദിച്ചിരുന്നു. അത് മുഖവിലക്കെടുത്താണ് കോടതി CPM പ്രവർത്തകരുടെ, അതായത് 13 CPM പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തള്ളിയത്. CMRൽ എസ്ട്രോളജിക്കൽ സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം പൂർത്തിയാകുന്നത് വരെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് EDയും ആവശ്യപ്പെട്ടിരുന്നു.